ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു യൂസർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്, ഒരു പരാതിയാണ് അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, മറ്റുള്ള ഡിവൈസുകൾ പോലെയല്ല നമ്മളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഉദാഹരണത്തിന് ആൻഡ്രോയിഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മിഡ് റേഞ്ച് വരുന്ന പല ഡിവൈസുകളിലും നമുക്ക് ഇപ്പോഴും നിലവിലും നമുക്ക് SD കാർഡ് ഇട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവരൊരുക്കുന്നുണ്ട്. പക്ഷേ ഐഫോൺ എന്ന് ഇറങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് എസ്പെഷ്യലി 16, 32, 64 GB ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ GB ഉള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന പല യൂസേഴ്സും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർക്കൊക്കെ വളരെ ഈസി ആയിട്ടും ഫീസിബിളായിട്ടും എന്നാൽ അധികം ചിലവില്ലാതെയും ഫോണിൻ്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിലവിൽ ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ഐപാഡോ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സ്റ്റോറേജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള ഒരു ഫീസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഐക്ലൗഡ് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഐക്ലൗഡിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് 3 ഐക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് കറൻ്റ് അവൈലബിൾ. അതിൽ നമുക്ക് 50 GB മുതൽ 2 TB വരെയുള്ള സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഐക്ലൗഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഫോണിലുള്ള സകല ഫോട്ടോസും വീഡിയോസും മറ്റെന്തൊക്കെ ഡേറ്റാസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഐക്ലൗഡിലേക്ക് ഡംപ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഫോണിൻ്റെ മെയിൻ സ്റ്റോറേജിനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്കുള്ള മറ്റൊരു ഓപ്ഷനാണ്. സോ അവിടെയാണ് നമ്മളുടെ ഈ ഒരു സാൻഡിസ്കിൻ്റെ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൽ നിലവിൽ നമുക്ക് 2 ഹെഡാണുള്ളത്, ഒരു ലൈറ്റ്നിങ് ഹെഡും അതോടൊപ്പം Type C ഹെഡും. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം iPad Air അല്ലെങ്കിൽ iPad Pro, iPad mini ഇതുപോലുള്ള Type C ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഐഫോണിലുള്ള സകല ഡാറ്റയും നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സാൻഡിസ്കിൻ്റെ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഡിവൈസ്. ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ്നിങ് ആണ്, മറ്റേ എൻഡ് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് Type C ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മാക്കോ ഐപാഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് Type C എൻഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. കാരണം എക്സ്പാൻഡിന് പല വേർഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഇതൊരു 64 GB വേരിയൻ്റ് ആണ്. നമുക്ക് 128, 256 GB വരെയുള്ള എക്സ്പാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ലിഡ് ഉരുവ, അതിന് ശേഷം നമ്മളുടെ ഐഫോണിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഒരു പോപ്പപ്പ് വയ്ക്കും, ഇങ്ങനെ അലോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അലോ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എക്സ്പാൻഡ് ഒരു ആപ്പ് ഓപ്പൺ ആവും. അതിൽ നമുക്ക് കാണാം, ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് കാര്യങ്ങൾ. അതിങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എത്ര ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ 256 GB ഉള്ള ഐഫോണിൽ മിച്ചം നമുക്ക് 82 GB ഉള്ളൂ. അതോടൊപ്പം തന്നെ എക്സ്പാൻഡിൽ നമുക്ക് ഏകദേശം 62 GB ഫ്രീ ഉണ്ട്. പിന്നെ നമ്മളുടെ എക്സ്പാൻഡിൻ്റെ ഓരോ ഓപ്ഷൻ നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ടേൺ ഓൺ ഓട്ടോ ബാക്കപ്പ്, നമ്മളുടെ ഡിവൈസിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 64 GB അല്ലെങ്കിൽ 128 GB ഉള്ള ഡിവൈസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഐഫോൺ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 128 മേടിക്കുന്നതായിരിക്കും വെർത്ത്. അപ്പോൾ ഈ ഒരു ഓട്ടോ ബാക്കപ്പ് എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടേൺ ഓൺ ഓട്ടോ ബാക്കപ്പ് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മളുടെ കംപ്ലീറ്റ് ഫോട്ടോസ് ഏകദേശം 4986 ഫോട്ടോ, വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനത് പോസ് ചെയ്തു. ഇനി ഈ ഒരു ആപ്പിൻ്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ഒരു ക്യാമറ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ, വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മേളിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവറിൻ്റെ നെയിം, നമ്മൾ ഈ ഒരു എക്സ്പാൻഡിൻ്റെ നെയിം നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അതേപോലെ തന്നെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്യാഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ കൊടുത്ത് കഴിയുമ്പോൾ ക്യാഷ് ക്ലിയറായി. പിന്നീട് സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി എനേബിൾ ചെയ്യാൻ സാധിക്കും, ലോക്ക് ചെയ്യാൻ സാധിക്കും, ഫയൽസൊക്കെ ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. കോപ്പി ഫയൽസ്, വ്യൂ ഫയൽസ്, ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ആൻഡ് ഡു മോർ സ്റ്റോർ. ഇനി നമുക്ക് ഇവിടെ ഉള്ള താഴത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ കോപ്പി ഫയലിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ. അതിൽ കോപ്പി ഫോട്ടോസ് ഫ്രം ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മളുടെ ഫോണിൻ്റെ ഫോട്ടോസ്, ഫോണിലുള്ള നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം അവിടെ കുറച്ച് ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ 2-3 ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനി കോപ്പി ടു എക്സ്പാൻഡ് ഡ്രൈവ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് ഇതിനകത്ത് പുതിയൊരു ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ ഒരു പേര് ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്ക് എനിക്ക് കോപ്പി ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെലക്ട് ചെയ്ത ഇമേജസ് എല്ലാം തന്നെ
ആ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ആ ഫോട്ടോസ് എല്ലാം ഇമേജ് എല്ലാം ട്രാൻസ്ഫർ ആയി. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വരും. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ഏകദേശം 337 MB ഉള്ള ഫോട്ടോ കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത്. അത് നമുക്ക് പെർമനൻ്റ്ലി നമ്മളുടെ ഫോൺ സ്റ്റോറേജിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഞാൻ ഇവിടെ ഡു നോട്ട് ഡിലീറ്റ് കൊടുത്തു. രണ്ടാമതുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കോപ്പി ഫയൽ ഫ്രം iExpand ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ നമുക്ക് iExpand ഡ്രൈവിലുള്ള ഫയൽസൊക്കെ നമുക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഈ ബാക്കപ്പ് പോസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഐപാഡിലേക്ക് ഞാനിത് കണക്ട് ചെയ്യാൻ പോവാണ്. ഐപാഡിലേക്ക് അപ്പോൾ ഇത് നമ്മുടെ ഐപാഡിലേക്ക് നമ്മളുടെ USB Type-C ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ Type-C കണക്ട് ചെയ്തു. ആ ഒരു എൻ്റെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ ഐപാഡിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഐപാഡിൽ ഈ ഒരു iExpand ആപ്പ് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് ഇവിടെ ഫയൽസ് ആപ്പ് ഉണ്ട്. ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാം ഇവിടെ iExpand എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവായിട്ട് തന്നെ നമുക്കത് ഇവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു iExpand ഡ്രൈവിലേക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഐപാഡിൽ നിന്ന് എന്തെങ്കിലും ഫയൽസൊക്കെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ മൈ ഐപാഡിൽ പോയിട്ട് ഞാൻ ഇവിടെ 2 ഫയൽസ് അതെനിക്ക് ഡയറക്റ്റ്ലി എനിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ ഈ ഫോട്ടോ ഹോൾഡ് ചെയ്ത് പിടിച്ചു. അതിന് ശേഷം iExpand അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ വെറുതെ ഇവിടെ എനിക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഫയലും കൂടെ ഇപ്പം ഞാൻ മൈ ഐപാഡിൽ പോയിട്ട് ഇവിടെയുള്ള ഈ ഒരു വീഡിയോ ഫയൽ ഇതൊരു മൂവിയാണ്, ദേ ലീവ്സ് എന്ന് പറയുന്ന മൂവി. അത് ഏകദേശം 1.5 GB ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുവാണ്. അപ്പോൾ എക്സ്പാൻഡിൻ്റെ ഓപ്ഷനിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്കിത് 1.5 GB ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി താമസം എടുക്കും ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അത് iExpand ഫോൾഡറിലേക്ക് കോപ്പി ആകാൻ. ഇപ്പം നമ്മുടെ ഐപാഡിലേക്ക് ആ ഫയൽസ് രണ്ടും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇജക്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഇജക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഐഫോണിലേക്ക് ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വ്യൂ ഫയൽ ഓൺ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ പോകും. അതിൽ iExpand സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മളിവിടെ കോപ്പി ചെയ്ത 2 ഫോൾഡറും നമുക്ക് അല്ലെങ്കിൽ ഫയൽസ് 2 ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഫയൽസ് 2 സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിന് മോർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ഫയൽസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ ഫയൽസിലേക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതല്ല നമുക്ക് ഡയറക്റ്റ്ലി ഇനിയിപ്പം നമ്മളുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. ഇനി നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് ഇത് ഡയറക്റ്റ്ലി നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പോയതിന് ശേഷം നമ്മൾ കോപ്പി ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിലാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഉപയോഗം നമുക്ക് വരുന്നത്. അതിൽ കോപ്പി ഫയൽസ് ഫ്രം iExpand ഡ്രൈവ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അതിൽ നമ്മളിവിടെ ഫോട്ടോ ആ ഒരു ഇമേജും ആ ഒരു ഫോട്ടോയും ആ ഒരു ഇമേജും ആ ഒരു വീഡിയോയും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി കോപ്പി ടു ഐഫോൺ എന്ന് പറയുന്ന ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കോപ്പിങ് ടു ഐഫോൺ ഫോട്ടോ ലൈബ്രറിയിലേക്കാണ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുന്നത്. അങ്ങനെ ഡയറക്റ്റ്ലി നമ്മളുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോയും വീഡിയോ ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ആ ഒരു വീഡിയോ ഫോർമാറ്റ് MB4 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ അത് വർക്ക് ആകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് VLC പോലത്തുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി ഫയൽസ് ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണാം നമ്മളെ ആ ഒരു കോപ്പിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഫോട്ടോ ലൈബ്രറിയിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം നമ്മളെ ആ ഒരു വീഡിയോ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത വീഡിയോ ഇമേജും നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ കാണാൻ സാധിക്കും. ഇനി ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വ്യൂ ഫയൽസ് ആണ്. വ്യൂ ഫയൽസിൽ നമുക്ക് തന്നെയാണ് സാധാരണ നമ്മൾ കാണുന്ന വ്യൂ ചെയ്യാൻ സാധിക്കും ഫയൽസ് എല്ലാം. ഇതിലുള്ള എല്ലാ സകല ഫയൽസും നമുക്കിതിൽ വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഫോട്ടോ ലൈബ്രറി, ബാക്കപ്പ് ഗൂഗിൾ ഫോട്ടോസ്, അതേപോലെ തന്നെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ കോൺടാക്ട്സ് ആൻഡ് കലണ്ടർ. നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സും കലണ്ടേഴ്സും എല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബാക്കപ്പ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം ചെയ്തേക്കുന്ന നമ്മുടെ കോൺടാക്ട്സ് എല്ലാം ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ പോവുക, സെലക്ട് ഓൾ കൊടുക്കുക, ആർക്കൈവ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് എല്ലാം നമ്മളുടെ iExpandലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കോൺടാക്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ ഡ്രൈവ് നമ്മൾ എപ്പോൾ കണക്ട് ചെയ്യാലും ഓട്ടോമാറ്റിക്കലി ഇതുപോലുള്ള ബാക്കപ്പുകൾ എനേബിൾ ആകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയുടെ ഓപ്ഷനാണ്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ക്യാമറ റോളിനകത്തുള്ള ഫുൾ ഡേറ്റയും നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ബാക്കപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ് നമുക്കിവിടെ അവൈലബിൾ. ഇതല്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന്
ഐഫോണിൽ നിന്നുള്ള ഡാറ്റ നമ്മളുടെ ഐപാഡിലേക്കും ഐപാഡിൽ നിന്നുള്ള ഡാറ്റാസ് നമുക്ക് ഐഫോണിലേക്കും വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഇങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു iXpand എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് സകല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫോണിനെയും അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസുകളെയും നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സ്റ്റോറേജ് നമ്മളുടെ ഡിവൈസിൽ കീപ്പപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ.